അങ്ങനെ യുദ്ധം തീർക്കുന്ന സമയങ്ങളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ മഹാമയനായ ഭീഷ്മൻ കർണന്റെ വാദം കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹായുദ്ധ സമയത്ത് കൃഷ്ണൻ തെളിക്കുന്ന വലിയ തേരിൽ അമ്പൊടുങ്ങാത്ത ആവനാഴിയും ഗാണ്ഡീവവുമായി നിൽക്കുന്ന അർജുനനെ അടുത്ത് കാണുമ്പോൾ നീ പേടിച്ചു വിറയ്ക്കും. അതുവരെ ഇതുപോലെ നീ വീമ്പിളക്കുക തന്നെ ചെയ്യും. യഥേഷ്ടം എന്തു മാർക്കാണ് പറഞ്ഞുകൂടാത്തത്? ഇതും ഇതിലപ്പുറവും നീ പറയും. ഉലൂകൻ മടങ്ങിപ്പോയ ശേഷം പാണ്ഡവർ കൂടുതൽ വ്യഗ്രതയോടെ സൈന്യങ്ങളെ അണിനിരത്തുവാനുള്ള ശ്രമത്തിലേർപ്പെട്ടു. ശക്തമായ വ്യൂഹം ചമയ്ക്കുവാൻ ദൃഷ്ടദ്യുമ്നന് നിർദ്ദേശം യുധിഷ്ഠിരൻ കൊടുത്തു. ഇതറിഞ്ഞതോടെ സൈന്യ സമൂഹത്തിൽ വലിയ പ്രസരിപ്പും ഉത്സാഹവും കാണപ്പെട്ടു. കാലാൽപ്പടയും അശ്വാരൂഢ സൈന്യവും ഗജാരൂഢന്മാരും രഥസൈന്യങ്ങളുമെല്ലാം ആവേശഭരിതരായി ഇളകി പുറപ്പെട്ടു. അശ്വങ്ങളുടെ കരച്ചിലും ഗജങ്ങളുടെ ചിഹ്നം വിളിയും തേർചക്രം ഉരുളുന്നതിൻ്റെ നിനാദവും യോദ്ധാക്കളുടെ അട്ടഹാസവും ശംഖുവിളിയും വാദ്യാഘോഷങ്ങളും മറ്റും കൊണ്ട് ആകാശം മാറ്റൊലികൊണ്ടു. സൈന്യ നീക്കം കൊണ്ടുണ്ടായ പൊടിപടലം അന്തരീക്ഷത്തെ അന്ധകരവൃതമാക്കി തീർത്തു. ദൃഷ്ടദ്യുമ്നൻ സൈന്യങ്ങളെ വൃത്താകർണയുള്ള വ്യൂഹബന്ധം ചെയ്തു. പ്രബലന്മാരായ എതിരാളികളോട് ഏറ്റുമുട്ടത്തക്ക നിലയിൽ ശക്തന്മാരായ യോദ്ധാക്കളെ മുന്നണിയിൽ നിർത്തി. മഹാബാഹുവായ അർജുനനും ഭീമസേനനും ദൃഷ്ടകേതു, ഉത്തമൗജസ് തുടങ്ങിയവരെ കർണൻ, ദുര്യോധനൻ, ശല്യൻ, ദ്രോണൻ തുടങ്ങിയവരോട് ഏറ്റുമുട്ടുവാൻ തയ്യാറാക്കി നിർത്തി. ദൃഷ്ടദ്യുമ്നന്റെ വ്യൂഹബന്ധനം സുരക്ഷിതമായിരുന്നു. എല്ലാവരും ശത്രുക്കളോട് ഏറ്റുമുട്ടുവാൻ അക്ഷമരായി നിന്നു. പാണ്ഡവ പടയെ ഒടുക്കുന്നതിനെ പറ്റിയുള്ള കൗരവപക്ഷത്തെ കണക്കുകൂട്ടൽ ചാരന്മാർ മുഖേന അറിയുവാനിടയായ യുധിഷ്ഠിരൻ ആ വിവരങ്ങളൊക്കെ സഹോദരന്മാരെ അറിയിച്ചു. അദ്ദേഹം അർജുനനോട് പ്രത്യേകമായി ചോദിച്ചു, മഹാമയനും മഹാഗുരുവിനും കൃപനും മറ്റും പറഞ്ഞത് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരാശ. ഹേ അർജുന, നിനക്കെത്ര കാലം വേണം കൗരവ സൈന്യത്തെ മുടിക്കുവാൻ? ഇപ്രകാരം രാജാവ് ചോദിച്ചപ്പോൾ സവ്യസാചി സമീപത്തുണ്ടായിരുന്ന വാസുദേവനെ നോക്കിയൊന്ന് ചിരിച്ചു. ബൽഗുണൻ പറഞ്ഞു, മഹാരാജാവേ, ഭീഷ്മരും ദ്രോണനും കൃപനും കൃതാസ്ത്രന്മാരും മഹാന്മാരും തന്നെയാണ്. ഈ പറഞ്ഞ കാലം കൊണ്ട് പാണ്ഡവപടയെ മുഴുവൻ മുടിക്കുവാനുള്ള കഴിവ് അവർക്കുമുണ്ട്. എൻ്റെ കാര്യം പറഞ്ഞാൽ വാസുദേവൻ തുണയുണ്ടെങ്കിൽ 3 ലോകവും സകല ചരാചരങ്ങളും മുടിക്കുവാൻ എനിക്കൊറ്റ നിമിഷം മതി. ഇതാ രുദ്രൻ തന്ന ഘോരമായ അസ്ത്രം. പ്രളയത്തിൽ വിശ്വത്തെ സംഹരിക്കുന്ന പശുപതി എയ്യുന്ന അസ്ത്രമാണിത്. എന്നാൽ ജനങ്ങളെ ദിവ്യാസ്ത്രം കൊണ്ട് കൊല്ലരുത്. മര്യാദ പോരിൽ തന്നെ നമുക്ക് ശത്രുക്കളെ സംഹരിക്കാം. അതിനു പറ്റിയവരാണ് ഭവാന്റെ സൈന്യത്തിലെ മഹാരഥന്മാർ. അവരെല്ലാം അപരാജിതരാണ്. ദേവസൈന്യം എതിർത്തു വന്നാലും അവരെ മുടിച്ചു വിടുവാൻ കെൽപ്പുള്ളവരാണ്. അർജുനൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് യുധിഷ്ഠിരനെ നോക്കി ചിരിച്ചു. യുധിഷ്ഠിരന് സംതൃപ്തിയായി. അങ്ങനെ ഭീഷ്മൻ സർവ്വസൈന്യാധിപനായതോടെ അദ്ദേഹത്തിന്റെ മനഃചാഞ്ചല്യമൊക്കെ അകന്നു. പോരിൽ ജയിക്കണമെന്നാണല്ലോ ഏത് സേനാധിപതിയുടെയും ലക്ഷ്യം. പാണ്ഡവർ പ്രിയപ്പെട്ടവരാണെങ്കിലും അവരെ കൊല്ലുകയില്ലെന്നൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലും യുദ്ധക്കലി മൂത്തപ്പോൾ അവരെ പോലും കൊല്ലുന്നതിന് താൻ തയ്യാറാണെന്ന നിലയിൽ ഭീഷ്മർ സംസാരിക്കുകയുണ്ടായി. ഇത് കേട്ട് ദുര്യോധനൻ അത്യധികമായി സന്തോഷിച്ചു. എന്തായാലും തങ്ങൾ ജയിക്കുമെന്നാണ് അവൻ ഉറപ്പിക്കുകയും ചെയ്തു. ഭീഷ്മർ ദുര്യോധനനോട് പറഞ്ഞു, ചക്രവും ഗാണ്ഡീവവും കയ്യിലുള്ള കൃഷ്ണനും അർജുനനും അർക്കനും ഇന്ദ്രവും പോലെ ഒത്തിണങ്ങുന്ന രഥോത്തന്മാരാണ്. അവരെയും മറ്റ് രാജാക്കന്മാരെയും ഞാൻ പടത്തലക്കിൽ നിന്ന് എതിർക്കുന്നതാണ്. എന്നാൽ അതിപ്രധാനമായ ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. ഞാൻ പാഞ്ചാലിനായ ശിഖണ്ഡിയെ കൊല്ലുകയില്ല. അവൻ എന്നോട് എതിർത്തു വന്നാലും ഞാൻ കൊല്ലുന്നതല്ല. ദുര്യോധനൻ ഇത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അവൻ ചോദിച്ചു, ഹേ ഭാരതശ്രേഷ്ഠ, എന്ത് കാരണത്താലാണ് ഭവാൻ ശിഖണ്ഡിയെ കൊല്ലുകയില്ലെന്ന് പറയുന്നത്? ഞാൻ പാഞ്ചാലകുലം മുഴുവൻ മുടിക്കുമെന്ന് ഭവാൻ മുമ്പ് പറയുകയുണ്ടായല്ലോ. പിന്നെന്താണ് ഭവാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? അത് വ്യക്തമാക്കിയാൽ കൊള്ളാം. ഭീഷ്മൻ പറഞ്ഞു, ശിഖണ്ഡിയെ ഞാൻ കൊല്ലുകയില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ഞാൻ എൻ്റെ അനുജനായ വിചിത്ര വീരനു വേണ്ടി കാശി രാജാവിൻ്റെ പുത്രിമാരായ അംബ, അംബിക, അംബാലിക എന്നിവരെ ഹരിച്ചുകൊണ്ടുവന്നതും അതിൽ അംബയെ മോചിപ്പിച്ച് ശാൽവരാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചതും ശാൽവൻ അവളെ സ്വീകരിക്കാതെ വന്നപ്പോൾ അവൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നതും ഞാൻ അവളെ തിരസ്കരിച്ചപ്പോൾ അവൾ ഒരു പ്രതികാരമൂർത്തിയായി മാറിയതും മറ്റുമായ കഥ നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ. എത്ര ജന്മമെടുക്കേണ്ടി വന്നാലും അവൾ മുഖേനയായിരിക്കും ഞാൻ മരിക്കുക എന്ന് പ്രതിജ്ഞയെടുത്തിട്ട്
അവൾ തപസ് ചെയ്യുവാൻ തീരുമാനിച്ച് വനത്തിലെത്തി. അവിടെ മഹാന്മാരായ മുനിമാർ താമസിക്കുന്ന ഒരു പുണ്യാശ്രമം കണ്ടു. അംബ അവരോട് അവൾക്ക് ഏർക്കപ്പെട്ട കഷ്ടതകളെല്ലാം വിവരിച്ചു. അവൾ തപസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനവളെ സഹായിക്കണമെന്നും മുനിമാരോട് അപേക്ഷിച്ചു. മുനിമാർ അവളുടെ അച്ഛനായ കാശി രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് അവളെ പ്രേരിപ്പിച്ചു. എന്നാൽ അവൾ അതിന് വഴിപെട്ടില്ല. പിന്നീട് മുനിമാരുടെ നിർദ്ദേശമനുസരിച്ച് അവൾ പരശുരാമനെ ശരണം പ്രാപിച്ചു. ഭാർഗവരാമന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് താൻ കാശി രാജാവിൻ്റെ പുത്രിയാണെന്നും ജമദഗ്നിന്റെ കൃപാകടാക്ഷങ്ങൾക്ക് വന്നിരിക്കുകയാണെന്നും അറിയിച്ചു. കണ്ടപ്പോൾ തന്നെ അവളിൽ ദയ തോന്നിയ പരശുരാമൻ പറഞ്ഞു, ഹേ രാജനനന്ദിനി, എന്താണ് നിന്റെ ദുഃഖകാരണം? നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നിന്റെ ആഗ്രഹം എന്തായാലും ഞാനത് നടത്തിത്തരാം. അംബ തൻ്റെ ദുരന്തകഥയെല്ലാം വിശദമായി പരശുരാമനെ ധരിപ്പിച്ചു. അംബയിൽ അളവറ്റ സഹതാപം തോന്നിയ ഭൃഗുനന്ദനൻ പറഞ്ഞു, മകളെ, ഇത്രയുള്ളൂ, സാരമില്ല. നിന്നെ ഞാൻ ഭീഷ്മരുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം. ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറയുമ്പോൾ നിന്നെ അവൻ തള്ളുകയില്ല. അവൻ എൻ്റെ ശിഷ്യനാണ്. അതല്ല, ശാൽവൻ്റെ അടുത്തേക്കാണ് നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവൻ നിന്നെ സ്വീകരിക്കുന്നതിന് ഞാൻ ഏർപ്പാട് ചെയ്യാം. അംബ മറുപടി പറഞ്ഞു, മഹാത്മാവേ, എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞ ശാൽവൻ്റെ അടുത്തേക്ക് ഞാൻ ഇനി പോവുകയില്ല. എൻ്റെ ദുഃഖത്തിന് കാരണക്കാരൻ ഭീഷ്മനാണ്. ഭവാൻ ഭീഷ്മനെ കൊല്ലണം. അവൻ്റെ മരണമാണ് ഞാൻ കാംക്ഷിക്കുന്നത്. എന്നെ കൊല്ലണമെന്ന് അംബ ആവശ്യപ്പെട്ടപ്പോൾ അനുനായ വാക്കുകൾ കൊണ്ട് അവളെ പാട്ടിലാക്കി എൻ്റെ അടുത്തേക്ക് അയക്കുന്നതിന് പരശുരാമൻ ശ്രമിച്ചെങ്കിലും എന്നെ കൊല്ലണമെന്നുള്ള ഒരേ പിടിവാദിയുമായി അംബ നിലകൊണ്ടു. അവൾ പറഞ്ഞു, ഭവാൻ എനിക്ക് പ്രിയം ചെയ്യുവാൻ വിചാരിക്കുന്നുവെങ്കിൽ ഭീഷ്മരെ പോരിൽ കൊല്ലുക. അങ്ങൻ്റെ ആഗ്രഹം നടത്തിത്തരണമെന്ന് പ്രതിജ്ഞ ചെയ്തില്ലേ? ഭീഷ്മനെ കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങയുടെ പ്രതിജ്ഞ നിറവേറ്റു. അംബയ്ക്ക് നൽകിയ വാക്കു പാലിക്കുവാൻ ഭാർഗവരാമൻ നിർബന്ധിതനായി. അദ്ദേഹം അംബയെയും കൂട്ടി കുരുക്ഷേത്രത്തിലെത്തി. സരസ്വതി ക്ഷേത്രത്തിൽ താമസിച്ചുകൊണ്ട് താൻ ഇവിടെ താമസിക്കുന്നുവെന്നും തൻ്റെ ഇഷ്ടം സാധിച്ചു തരണമെന്നുമുള്ള സന്ദേശവുമായി ഒരു ദൂതനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. പരശുരാമൻ എൻ്റെ രാജ്യാതിർത്തിക്കുള്ളിൽ എത്തിയ വിവരം അറിഞ്ഞയുടനെ ഞാൻ പരിവാരങ്ങളോടും കൂടി പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു. പരശുരാമൻ ചോദിച്ചു, നീ എന്ത് വിചാരിച്ചാണ് ഈ കാശി രാജപുത്രിയെ കൂട്ടിക്കൊണ്ടു പോന്നതും പിന്നീട് വിട്ടയച്ചതും? യശസ്വിനിയായ അവൾ നീ മൂലം ധർമ്മ ഭ്രംശത്തിലായിരിക്കുന്നു. അതുകൊണ്ട് നീ ഇവളെ കൈക്കൊള്ളുക. ഗുരു, ഇവളെ സ്വീകരിക്കുവാൻ നിവൃത്തിയില്ല. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞറിയിച്ചു. ജമദഗ്നിയൻ ക്ഷിപ്രകോപിയാണ്. അദ്ദേഹം ആക്രോശിച്ചു, എൻ്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? ഞാൻ ഭവാന്റെ ശിഷ്യനല്ലേ? വളരെ വിനയത്തോടെ ഞാൻ ആരാഞ്ഞു. രാമൻ പറഞ്ഞു, എൻ്റെ ശിഷ്യനാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എൻ്റെ പ്രീതിക്ക് വേണ്ടി നീ അവളെ സ്വീകരിക്കുക. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് പറയുന്ന കാര്യം നടപ്പിലാവുകയില്ല. കാര്യങ്ങൾ ഓർക്കാതെ ദുർമാർഗത്തിൽ ചരിപ്പവൻ ഗർവിഷ്ഠൻ ഗുരുവായാലും പരിത്യാഗത്തിനർഹനാം. ഇങ്ങനെയാണ് പുരാണത്തിൽ പറയുന്നത്. അങ്ങൻ്റെ ഗുരുവായതുകൊണ്ട് ഞാൻ മാനിച്ചു. പോരിന് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനും അതിന് തയ്യാറാണ്. ക്ഷത്രിയ വംശത്തെ ഒടുക്കിയെന്ന ഖ്യാതിയാണ് അങ്ങയ്ക്കുള്ളത്. എന്നാൽ അന്ന് ഭീഷ്മർ ജനിച്ചിട്ടില്ലെന്ന് ഓർമ്മിക്കുക. ഇപ്പോൾ എന്നോട് പൊരുതിയാൽ അങ്ങയുടെ ഗർവൊക്കെ ഞാൻ ശമിപ്പിക്കും. അടുത്ത ദിവസം ഞങ്ങൾ ഇരുവരും കുരുക്ഷേത്രത്തിൽ വെച്ച് ഏറ്റുമുട്ടി. 23 ദിവസമാണ് ഞാനും പരശുരാമനുമായി പോരാടിയത്. രാത്രിയിൽ യുദ്ധം നിഷിദ്ധമാകിയാൽ പകൽ മാത്രമായിരുന്നു പോര് നടന്നത്. ഇത്രയും വാശിയോടും വീറോടും കൂടി ഉഗ്രമായി തുല്യശക്തികൾ തമ്മിൽ ഒരു ദ്വന്ദ്വയുദ്ധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങൾ അയക്കുകയും തടുക്കുകയും ചെയ്തു. ചിലപ്പോൾ സൂര്യനെ കാണുവാൻ പാടില്ലാത്ത വണ്ണം ആകാശം ശസ്ത്രങ്ങൾ കൊണ്ട് മൂടി. രണ്ടുപേർക്കും മുറിവേറ്റു. രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചു. രണ്ടുപേർക്കും പല പ്രാവശ്യം മോഹാലസ്യമുണ്ടായി. രണ്ടുപേരും ജയത്തിൻ്റെയും തോൽവിയുടെയും വക്കുവരെ എത്തി. എങ്കിലും ഒരാൾക്കും മറ്റേയാളെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഘോരമായി ദ്വന്ദ്വയുദ്ധം കാണുവാൻ ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും മുനികളുമെല്ലാം ആകാശത്തിൽ വന്നു നിരന്നു. ഇത് അവസാനമില്ലാതെ നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവരെല്ലാം പരിഭ്രമിച്ചു. അവർ പരശുരാമന്റെ അടുത്ത് ചെന്ന് യുദ്ധം അവസാനിപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ട് പറഞ്ഞു, ഭീഷ്മർ അഷ്ടവസുക്കളിൽ ഒരുവനാണ്. അവൻ്റെ കാലം അവസാനിക്കാറായിട്ടില്ല. പാണ്ഡവശ്രേഷ്ഠനും ശക്തനും ശക്രന്ധനുമായ സവ്യസാചി എന്ന് പേർ കേട്ട ഒരു പോരാളി ജനിക്കും. അവൻ ഭീഷ്മന്റെ അന്ധകനാകും. നീ ഇപ്പോൾ പരിശ്രമിച്ചിട്ട് യാതൊരു ബലവും ഉണ്ടാകുവാൻ പോകുന്നില്ല. ആകയാൽ യുദ്ധം നിർത്തൂ.
എന്നാൽ പരശുരാമൻ അവരുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. പരശുരാമൻ പറഞ്ഞു, ഞാനൊരിക്കലും പോരിൽ നിന്ന് പിന്മാറുന്നവനല്ല. ഭീഷ്മരെ പിന്തിരിപ്പിക്കും. അവർ എന്നെ സമീപിച്ചു. അവരോടൊപ്പം നാരദ മഹർഷിയും എൻ്റെ മാതാവ് ഗംഗാദേവിയും ഉണ്ടായിരുന്നു. ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവർ നിർബന്ധിച്ചു. ഭയം, ക്രോധം, ദ്രവ്യലാഭം, കാമം എന്നിവ കൊണ്ട് ഞാൻ എൻ്റെ ക്ഷാത്രധർമ്മം വെടിയുകയില്ല. പോരിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമേയില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. താപസന്മാരും ഗംഗാദേവിയും നാരദനും മറ്റും വീണ്ടും പരശുരാമനെ സമീപിച്ചു. അവർ പറഞ്ഞു, ഹേ ദ്വിജോത്തമ, ബ്രാഹ്മണരുടെ ഹൃദയം വെണ്ണ പോലെ മൃദുലമാണ്. അങ്ങ് ഉത്തമ ബ്രാഹ്മണനല്ലേ? അങ്ങ് യുദ്ധം നിർത്തൂ. അവർ വളരെയേറെ നിർബന്ധിച്ച് ഭാർഗവരാമനെ കൊണ്ട് അസ്ത്രം വെപ്പിച്ചു. അപ്പോൾ മുറിവേറ്റ് ക്ഷീണിതനായ ഞാൻ ഭാർഗവരാമന്റെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. പരശുരാമന്റെ കോപമടങ്ങി. അദ്ദേഹം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭീഷ്മ, നിന്നെപ്പോലെയുള്ള ക്ഷത്രിയന്മാർ ഈ ലോകത്തിലേയില്ല. പോരിൽ നീ എന്നെ സന്തുഷ്ടനാക്കി. പരശുരാമൻ അമ്പയെ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഭദ്രേ, ഭീഷ്മർ അജയ്യനാണ്. എനിക്കവനെ പോരിൽ ജയിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ തന്നെ ഭീഷ്മരെ ആശ്രയിക്കുക. വേറെ ഗതിയൊന്നും നിനക്ക് ഞാൻ കാണുന്നില്ല. ഭവാൻ എൻ്റെ കാര്യത്തിൽ ഉപേക്ഷ കാണിച്ചില്ല. പക്ഷേ ഞാൻ ഭീഷ്മനെ ആശ്രയിക്കുകയില്ല. അവൻ മനുഷ്യാധമനാണ്. ഞാൻ അവനെ പോരിൽ വീഴ്ത്തും. അതിനെവിടെ വെച്ച് ആശ്രയിച്ചാൽ സാധിക്കുമോ? അവിടേക്ക് ഞാൻ പോവുകയാണ്. രോഷാകുലയായി ഇത്രയും പറഞ്ഞിട്ട് അംബ തപസ് ചെയ്യുവാനായി വനാന്തരങ്ങളിലേക്ക് പോയി. പരശുരാമൻ മഹേന്ദ്രപർവ്വതത്തിലേക്കും ഞാൻ ഹസ്തിനാപുരിയിലേക്കും മടങ്ങി. അംബയുടെ തപസ് ഉഗ്രമായിരുന്നു. അവൾ ഒറ്റക്കാലിൽ നിന്നും ചിലപ്പോൾ കൊഴിഞ്ഞു വീണ ഇലകൾ മാത്രം ഭക്ഷിച്ചും ചിലപ്പോൾ അതുപോലും ഉപേക്ഷിച്ച് വായു മാത്രം ഭക്ഷിച്ചും കഠിനമായി 12 സംവത്സരങ്ങൾ തപസ് ചെയ്തു. പരമശിവൻ അവളിൽ പ്രീതിയായി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അവൾക്കൊരൊറ്റ വരം മാത്രമാണ് വേണ്ടിയിരുന്നത്. എനിക്ക് ഭീഷ്മരെ കൊല്ലണം, അത് അനുഗ്രഹിക്കണം. അവൾ പറഞ്ഞു, നീ ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയായി ജനിക്കും. ഒട്ടുനാൾ കഴിഞ്ഞ് നീ പുരുഷനായി തീരും. അപ്പോൾ നീ മൂലമായി ഭീഷ്മർ മരിക്കും. ഉമാപതി അനുഗ്രഹിച്ചു. അവൾക്ക് ദ്രുപദന്റെ മകളായി ജനിക്കുവാൻ ധൃതിയായി. വിറകുപെറുക്കി അടുക്കി ചിതിയുണ്ടാക്കി തീ കൊളുത്തി. തീ ആളിക്കത്തിയപ്പോൾ തീക്ഷ്ണമായ കോപത്തോടെ ഭീഷ്മ ഹിംസയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ദ്രുപദ രാജാവ് ഒരു പുത്രനു വേണ്ടി പരശുരാമനെ തപസ് ചെയ്യുന്ന കാലമായിരുന്നു അത്. രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് കന്യകയായ ഒരു പുത്രൻ ജനിക്കുമെന്ന് വരവും കൊടുത്തു. അതെങ്ങനെയാണെന്നുള്ള സംശയം ദ്രുപദൻ പ്രകടിപ്പിച്ചപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു, ഇത് യോഗമാണ്. വരുവാനുള്ളത് മറച്ചു വരികയില്ല. ദ്രുപദന്റെ പത്നി യഥാകാലം ഒരു പുത്രിയെ പ്രസവിച്ചു. ആ കാര്യം മറച്ചു വെച്ചിട്ട് രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു എന്ന് വിളംബരം ചെയ്തു. കുട്ടി പെണ്ണാണെന്നുള്ള വസ്തുത മാതാപിതാക്കന്മാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആണാക്കി വളർത്തിയ ആ കുട്ടിക്ക് ശിഖണ്ഡി എന്ന് പേരിട്ടു. ശിഖണ്ഡിക്ക് വിവാഹപ്രായമായി. വിവാഹം നടത്തുവാൻ ദ്രുപദൻ തീരുമാനിച്ചു. ദശാർണ രാജാവിൻ്റെ പുത്രിയെ ശിഖണ്ഡി വിവാഹം കഴിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ രാജകുമാരിക്ക് മനസ്സിലായി ശിഖണ്ഡി ഒരു പെണ്ണാണെന്ന്. അവൾ അച്ഛനെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം കോപിഷ്ഠനായി. തന്നെ വഞ്ചിച്ച ദ്രുപദന്റെ നേരെ യുദ്ധത്തിന് തയ്യാറായി. ദശാർണ രാജാവുമായി പോരിൽ ഏർപ്പെട്ട താൻ പരാജിതനാകുമെന്ന് ദ്രുപദൻ അറിയാമായിരുന്നു. അയാൾ ഭീതനായി ആകെ വിഷമിച്ചു. രാജ്ഞിയുമായി ആലോചിച്ചു. രാജ്ഞി പറഞ്ഞു, പരമശിവൻ നമ്മോട് പറഞ്ഞത് വിശ്വസിച്ചാണ് നാം പുത്രിയെ പുത്രനാക്കി വളർത്തിയത്. ആകയാൽ നാം ദൈവഹിതത്തിനെതിരെ ഒന്നും പ്രവർത്തിച്ചവരല്ല. അങ്ങ് ഭക്തിയോടെ ദേവനെ അർച്ചിക്കുക. ദൈവവിശ്വാസം സത്യമായ കാര്യമാണ്, സജ്ജന സമ്മതവുമാണ്. അങ്ങ് പൗരുഷം വെടിയരുത്. ദൈവം പൗരുഷത്തോട് ചേർന്നാൽ ഏത് കാര്യവും സാധിക്കും. പരസ്പരം തെറ്റി നിന്നാൽ ദൈവവുമില്ല, പൗരുഷവുമില്ല. അതുകൊണ്ട് ദൈവങ്ങളെയൊക്കെ പൂജിക്കുക. നിശ്ചയമായും യുദ്ധമുണ്ടാവുകയില്ല. രാജ്ഞിയുടെ വാക്കുകൾ രാജാവിന് ആത്മധൈര്യം നൽകിയതോടെ അദ്ദേഹം നിരന്തരമായ ഈശ്വരധ്യാനത്തിൽ ഏർപ്പെട്ടു. മാതാപിതാക്കളുടെ ദുഃഖത്തിന് കാരണക്കാരി താനാണല്ലോ എന്നോർത്ത് ശിഖണ്ഡി പ്രാണത്യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു. അവൾ ആരുമറിയാതെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി ഒരു കാട്ടിലെത്തി. അവിടെ ഒരു വീട് കണ്ടു. സ്തൂണാകർണൻ എന്ന് പേരുള്ള ഒരു യക്ഷന്റെ വീടായിരുന്നു അത്. ശിഖണ്ഡി വീട്ടിനുള്ളിൽ കടന്നു. തന്നെ ഭയന്ന് ആരും വരാത്ത കാട്ടിൽ, അതും തൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടി വന്നു കയറിയത് കണ്ടപ്പോൾ യക്ഷൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ ആരാണ്? എന്തിനിവിടെ വന്നു? നീ കഠിനമായി ദുഃഖിക്കുന്നതായി തോന്നുന്നുവല്ലോ. നിന്റെ ദുഃഖകാരണം എന്താണ്? ഞാനതിന് പരിഹാരമുണ്ടാക്കിത്തരാം. എൻ്റെ ദുഃഖം അങ്ങേക്ക് പരിഹരിക്കുവാൻ സാധ്യമല്ല.
ശിഖണ്ഡി വിഷാദത്തോടെ പറഞ്ഞു. യക്ഷൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിരാശപ്പെടേണ്ട. ഞാൻ യക്ഷനാണ്. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുവാനുള്ള കഴിവ് എനിക്കുണ്ട്. എന്തു വേണമെന്ന് ധൈര്യമായി പറയൂ. നിശ്ചയമായും ഞാനത് സാധിച്ചു തരാം. ശിഖണ്ഡി എല്ലാ കാര്യവും യക്ഷനോട് തുറന്നു പറഞ്ഞിട്ട് അപേക്ഷിച്ചു. ഭവാൻ എൻ്റെ ദുഃഖം ശമിപ്പിക്കാമെന്ന് തീർത്തു പറഞ്ഞുവല്ലോ. എൻ്റെ അച്ഛനോട് ഏറ്റുമുട്ടുവാൻ ഒരുപെടുന്ന ദശർണ രാജാവ് എൻ്റെ നഗരിയിൽ എത്തുന്നതിന് മുമ്പ് ഭവാന്റെ പ്രസാദത്താൽ എന്നെ ഒരു പുരുഷനാക്കുക. ശിഖണ്ഡിയുടെ കഥ കേട്ട് അവളിൽ അലിവ് തോന്നിയ യക്ഷൻ അവളെ സഹായിക്കുവാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, ശരി, ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ സ്ത്രീത്വം എനിക്ക് നൽകി എൻ്റെ പുരുഷത്വം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ഇത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. അതിനുശേഷം നീ എൻ്റെ പുരുഷത്വം തിരിച്ചു നൽകി നിന്റെ സ്ത്രീത്വം ഏറ്റെടുത്തുകൊള്ളണം. അപ്രകാരം സത്യം ചെയ്യണം. ശിഖണ്ഡി സത്യം ചെയ്തു. അവൾ പുരുഷനായി. കൗതൂഹലചിത്തനായി കൊട്ടാരത്തിലേക്ക് ഓടി. മാതാപിതാക്കന്മാരെ സന്തോഷവാർത്ത അറിയിച്ചു. അവർ സമാധാനചിത്തരായി. ദ്രുപദൻ ഒരു സൂതനെ ദശാർണ രാജാവിൻ്റെ അടുക്കളയിൽ അയച്ചു. ദൂതൻ രാജാവിനോട് പറഞ്ഞു, ശിഖണ്ഡി സ്ത്രീയാണെന്നോ ആരോ നുണ പറഞ്ഞു വരുത്തിയതാണ്. ശിഖണ്ഡി പുരുഷനാണ്. അങ്ങ് ആരെയെങ്കിലും അയച്ച് ശിഖണ്ഡിയെ പരിശോധിച്ച് ഈ വസ്തുത ബോധ്യപ്പെടുത്തണമെന്ന് ദ്രുപദ രാജാവ് അറിയിച്ചിരിക്കുന്നു. എന്ത്? തൻ്റെ മകളല്ലേ പറഞ്ഞത് അവളുടെ ഭർത്താവായ ശിഖണ്ഡി സ്ത്രീയാണെന്ന്? അത് തെറ്റായി വരുമോ? ഏതായാലും ദ്രുപദൻ ഇപ്രകാരം അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ശിഖണ്ഡി സ്ത്രീയോ പുരുഷനോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെടാതെ ദ്രുപദനെ ആക്രമിക്കുന്നത് നീതികേടാണ്. ശരി, പരിശോധിക്കുക തന്നെ. ഇപ്രകാരം ചിന്തിച്ച് രാജാവ് ഒരു പരിശോധനാ സംഘത്തെ അയച്ചു. അവർ ശിഖണ്ഡിയെ പരിശോധിച്ചു. ശിഖണ്ഡി ശരിയായ പുരുഷനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവർ വിവരം രാജാവിനെ അറിയിച്ചു. അദ്ദേഹം തെറ്റിദ്ധരിക്കുവാനിടയായതിൽ ദുഃഖിച്ച് ദ്രുപദനോട് മാപ്പ് ചോദിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യക്ഷരാജാവായ കുബേരൻ ലോക സഞ്ചാരവേളയ്ക്കിടയ്ക്ക് സ്തൂകർണന്റെ വീട്ടിലേക്ക് വന്നു. വീടെല്ലാം കമനീയമായി അലങ്കരിച്ചിട്ടുണ്ട്. എല്ലായിടവും വൃത്തിയായും വെടുപ്പായും ഇരിക്കുന്നു. എങ്ങും പരിമളം പരക്കുന്നുണ്ട്. എന്നാൽ ഗൃഹനാഥനെ കാണുന്നില്ല. വൈശ്രവണൻ ഭൃത്യനോട് പറഞ്ഞു, സ്തൂണാകർണനെ വിളിക്കൂ. ഭൃത്യന്മാർ പറഞ്ഞു, പ്രഭോ, അദ്ദേഹം അകത്തുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയാണ്. ലജ്ജ കൊണ്ട് അങ്ങയുടെ മുന്നിൽ വരുവാൻ മടിക്കുകയാണ്. സ്തൂണാകർണൻ എപ്രകാരമാണ് സ്ത്രീയായി തീർന്നതെന്നുള്ള വിവരങ്ങൾ അവർ കുബേരനെ അറിയിച്ചു. കുബേരൻ കോപിഷ്ഠനായി യക്ഷനെ വിളിച്ചു. യക്ഷൻ മുന്നിലെത്തി. യക്ഷന്മാരെ ധിക്കരിച്ച് അപമാനിച്ച നീ എന്നും സ്ത്രീയായിരിക്കട്ടെ. നിന്റെ പുരുഷത്വം ഏറ്റുവാങ്ങിയ ശിഖണ്ഡി എന്നും പുരുഷനായിരിക്കട്ടെ. വൈശ്രവണൻ ശപിച്ചു. ശാപമോഷം നൽകണമെന്ന് സ്തൂണാകർണൻ വീണ് അപേക്ഷിച്ചു. ശരി, ശിഖണ്ഡി മരിച്ചു കഴിയുമ്പോൾ നീ വീണ്ടും പുരുഷനായി തീരും. കുബേരൻ ശാപമോഷം നൽകിയിട്ട് തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി സ്ഥലം വിട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സത്യം പാലിക്കുവാനായി ശിഖണ്ഡി സ്തൂണാകർണൻ്റെ അടുത്തെത്തി. അപ്പോൾ സ്തൂണാകർണൻ കുബേരന്റെ ശാപത്തെപ്പറ്റി ശിഖണ്ഡിയെ അറിയിച്ചിട്ട് പറഞ്ഞു, എല്ലാം വിധിമതം. ഇതാർക്കു മാറ്റുവാൻ കഴിയും? ഭവാൻ പോയി യഥാസുഖം വാഴുക. ശിഖണ്ഡി സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അവൻ പുരുഷനായി ജീവിതം തുടർന്നു. എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം സാധിക്കുവാൻ വേണ്ടി കൈവശം വന്ന രാജ്യത്തെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിച്ചവനാണ് ഞാൻ. എന്നെ ലോകർക്കെല്ലാം അറിയാം. ഞാൻ സ്ത്രീകളെ വധിക്കുകയില്ല. മുമ്പ് പെണ്ണായിരുന്നവനെയും ഞാൻ കൊല്ലുകയില്ല. ശിഖണ്ഡി പണ്ട് പെണ്ണായിരുന്നു. പിന്നെ പെണ്ണാണായി വന്നവനാണവൻ. ഞാനൊരിക്കലും അവനെ എതിർക്കുകയോ കൊല്ലുകയോ ഇല്ല. ശിഖണ്ഡിയെ കൊല്ലുന്നത് തികച്ചും സ്ത്രീഹത്യയാണ്. ധാർമ്മികനായ ഭീഷ്മർ സ്ത്രീവധം ചെയ്തുവെന്ന് കേൾക്കുന്നത് ശരിയല്ലല്ലോ. ഭീഷ്മർ ഇപ്രകാരം ശിഖണ്ഡിയുടെ പൂർവകത വിസ്തരിച്ച് ദുര്യോധനനെ കേൾപ്പിച്ചു. ശിഖണ്ഡിയുടെ കഥ കേട്ടപ്പോൾ ദുര്യോധനൻ ചിന്തയിലാണ്ടു. ഭീഷ്മവധത്തിനായി പരമശിവന്റെ വരബലത്തോടുകൂടി അംബ ശിഖണ്ഡിയായി ജനിച്ചിരിക്കുന്നു. എത്ര ശക്തനാണ് ഭീഷ്മരെങ്കിലും ഈശ്വരാജ്ഞയ്ക്ക് കീഴ്പ്പെട്ടേ മതിയാകൂ. അതാണ് താൻ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ലെന്ന് ഭീഷ്മർ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാലോചിച്ചപ്പോൾ ദുര്യോധനന്റെ മനസ്സ് ശക്തമായി പിടഞ്ഞു. അവൻ നെടുതായി നിശ്വസിച്ചു. ഇതോടുകൂടി മഹാഭാരതം ഉദ്യോഗപർവവും സമാപിച്ചിരിക്കുകയാണ്. അടുത്തതായി മഹാഭാരതം ഭീഷ്മപർവമാണ്. തുടരും.